ജിൻഡോയ്ക്ക് പട്ടിയുടെ ഫീച്ചേഴ്സ് ആണെന്ന് ജാസ്മിൻ. അവിടെ കൂടി നിന്ന് ഒരാളും ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് സംസാരിച്ചില്ല എന്നുള്ളതാണ് വേറെ കാര്യം. നന്ദന, അഭിഷേക്, അൻസിബ, ഋഷി, അങ്ങനെ നോറ, എത്രയോ പേര് അവിടെ കൂടി നിന്നറിയാം. ആരും ജിൻഡോയ്ക്ക് വേണ്ടി സംസാരിച്ചില്ല. ഇനി ജിൻഡോ എങ്ങാനും ജാസ്മിന് പട്ടിയുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ കൊന്നേനെ. എന്തിനു പോട്ടെ, ലാലേട്ടൻ വരുന്ന ആ ഒരു ആഴ്ച, അടുത്ത ആഴ്ചയും ലാലേട്ടനും ചോദിക്കാൻ പോണില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ലാലേട്ടൻ ചോദിക്കും, എന്താ മോളെ ജാസ്മിനെ, അങ്ങനെ പട്ടി ഒരു മൃഗമല്ലേ, അങ്ങനെയൊക്കെ പറയാവോ, ഇരുന്നോളാൻ പറയും. അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോണില്ല. പക്ഷേ ജാസ്മിനെയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ജിൻഡോയ്ക്ക് യെല്ലോ കാർഡും കൊടുത്ത് ഇതാക്കിയേനെ. ജാസ്മിൻ ഈ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ജിൻഡോ നീ കൊരയ്ക്ക് ബൗ 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 എന്ന് കൊരയ്ക്കാൻ പറഞ്ഞു. പട്ടിയെ പോലെ ഇരുന്ന് കൊരയ്ക്ക് ബൗ ബൗ എന്ന് കൊരയ്ക്കാൻ പറഞ്ഞു. അപ്പൊ തിരിച്ച് ജിൻഡോ ആണെങ്കിൽ ബൗ ബൗ, ഇപ്പൊ പട്ടിയുടെ സൗണ്ടും ആയി, പട്ടിയുടെ ഫീച്ചേഴ്സും ഉണ്ട്, ഇപ്പൊ പട്ടിയുടെ സൗണ്ടും കൂടെ ആയി എന്നാണ് പറഞ്ഞത്. കാര്യം ഇതായിരുന്നു, ഗബ്രിയെ ചൊല്ലിയൊരു ചർച്ചയായിരുന്നു. ഗബ്രിയെ കുറിച്ച് ഭയങ്കര വാ തോരാതെ ജാസ്മിൻ നന്ദനയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നന്ദന, ഗബ്രി എന്ന് പറഞ്ഞ ആരുടെയും മുഖത്ത് നോക്കി പറയാനുള്ളത് പറയുന്ന ഒരു വ്യക്തിയാണ് നന്ദന. ഒരിക്കലും ഗബ്രി ഒരാളുടെയും കുറ്റം മാറിയിരുന്ന് പറയത്തില്ലാത്ത ഒരു വ്യക്തിയാണ് ഗബ്രി എന്നൊക്കെ പറയായിരുന്നു. അത് കേട്ടിട്ട് ജിൻഡോയുടെ ഒരു കൗണ്ടർ, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ എത്ര തവണ മാറിയിരുന്ന് ഞങ്ങളുടെ കുറ്റം പറയണം, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, എന്താ പറഞ്ഞതെന്ന് പറയണം. അപ്പോൾ പറഞ്ഞു, ഞാൻ സൂചി കുത്താൻ ഇടം കൊടുക്കാത്തവനാണെന്നോ, അവിടെ ഫ്ലാറ്റ് പണിയുന്നോ, ഞാൻ മണ്ടനാണ്, അല്ല ഞാൻ ഇങ്ങനത്തെ രീതിക്കൊക്കെ ഞാൻ പറഞ്ഞ, ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ കേട്ടിട്ടുണ്ടല്ലോ, എത്രയോ തവണ നിങ്ങൾ മാറിയിരുന്ന് പറയണ കേട്ടിട്ടുണ്ടല്ലോ എന്ന്. അവിടെ നിന്ന് തുടങ്ങിയ വിഷയമാണ്. കറക്റ്റ് അല്ലേ പറഞ്ഞത്? ഗബ്രി വേറെ ആരോടും പോയിട്ട് കുറ്റം പറയാറൊന്നുമില്ല. പക്ഷെ ജാസ്മിൻ്റെ അടുത്ത് വന്നിട്ട് ശരണി അങ്ങനെയാണ്, സിജോ ഇങ്ങനെയാണ്, അവനെ സൂക്ഷിക്കണം ഇവനെ സൂക്ഷിക്കണം എന്നൊക്കെ ജാസ്മിനോട് കുറ്റം പറയണം നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുള്ളതാണ്. എന്നിട്ട് ഗബ്രി പോയപ്പോൾ ജാസ്മിൻ പുകഴ്ത്തി. ഇപ്പം ആരെങ്കിലും മരിച്ചു പോയാലൊക്കെ അവരെക്കുറിച്ച് നമ്മൾ പുകഴ്ത്തി പറയണ പോലെ അവിടെ നിന്ന് എലിമിനേറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ജാസ്മിൻ പറയണതാണ് ഗബ്രി നല്ലവനാണ്, ഗബ്രി ആരെയും കുറ്റം പറയില്ല. അതിന് നല്ല മറുപടിയാണ്, നല്ലൊരു കൗണ്ടർ തന്നെയാണ് ജിൻഡോ കൊടുത്തത്. പിന്നെ ജിൻഡോ പറയുന്നുണ്ട്, ഇവിടെ ഹാപ്പിനെസ് ആർക്കാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗബ്രി ഔട്ടായി പോകാനുള്ള കാരണം നീയാണ്. അപ്പോൾ നീ കാരണമാണ് ഗബ്രി ഔട്ടായി പോയെന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ, അത് എൻ്റെ മിടുക്ക്. അപ്പോൾ ജിൻഡോ പറഞ്ഞു, അത് ഞങ്ങൾക്ക് അറിയാം നിന്റെ മിടുക്കാന്ന്. അവസാനം സമ്മതിച്ചല്ലോ, ജാനു നീ കാരണമല്ലേ ഔട്ടായി പോയത്, യമുന ചേച്ചി നീ കാരണമല്ലേ ഔട്ടായി പോയത് എന്നൊക്കെ ജിൻഡോയോട് ജാസ്മിൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ്റെ ഒരു തനി മുഖം പുറത്ത് കൊണ്ടുവരുമായിരുന്നു ജിൻഡോ ചെയ്ത്. ശരിക്കും ഇത്ര മോശമായിട്ടാണ് ജാസ്മിൻ സംസാരിക്കണേന്ന് അറിയാമോ? നീ പണയടാ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ നാട്ടുകാരെ വരെ നമ്മൾ ഓർത്തു പോകുമ്പോൾ ഇത് ഏത് നാട്ടിൽ നിന്നായി കുട്ടി വരുന്നതെന്ന് വരെ നമ്മൾ വിചാരിച്ച് പോകുന്ന തരത്തിലുള്ള ഒരു ഇതായിരുന്നു. ജാസ്മിൻ മര്യാദയ്ക്ക് സംസാരിക്കുമായിരുന്നെങ്കിൽ ജാസ്മിനോട് സപ്പോർട്ട് കിട്ടിയേനെ. ഗബ്രി അങ്ങനത്തെ ഒരാളെന്ന് പറയുമ്പോൾ ജിൻഡോ പറയുകയാണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, എൻ്റെ ജിൻഡോ ചേട്ടാ, അല്ല ജിൻഡോ കാക്ക, എനിക്കിപ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ ഇപ്പോൾ ഗബ്രി പോയാലും ഞാൻ ആകെ സങ്കടത്തിലിരിക്കുവാണ്, നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞാൽ അവിടെ തീർന്നേനെ. അവിടെ ജിൻഡോ അവിടെ ശശിയായി പോയതിന് ജാസ്മിന് കുറച്ച് സപ്പോർട്ടും കിട്ടിയേനെ. അതിന് പകരം ജാസ്മിൻ നീ പണയടാ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദേഷ്യമല്ല, അതിൽ മേലെയാണ് ജാസ്മിനോട് തോന്നുന്നത്. എന്തായാലും ജാസ്മിൻ ജിൻഡോ കാക്ക എന്നുള്ള വിളി നിർത്തിയിട്ട് പറയടാ, നീ പറയടാ മണ്ട, വിവരക്കേട് വിളമ്പടാ, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജിൻഡോ കാക്ക അല്ല, എടാ പോടാന്നൊക്കെയാണ്. അതിന് മുന്നേ കുറച്ച് നന്ദനോട് പറയുന്നുണ്ടായിരുന്നു, നോറ എടി പൊടി എന്ന് വിളിച്ചപ്പോൾ എടി പൊടി എന്ന് ഇവിടെ വിളിക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ലായിരുന്നു എന്ന് നന്ദനയോട് നോറയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ജാസ്മിൻ പറയണ വാക്കുകളോ എടാ പോടാന്നാണ്. പിന്നെ പോട്ടേന്ന് വെക്കാം, നിനക്ക് പട്ടിയുടെ ഫീച്ചേഴ്സ് അല്ല, നീ അങ്ങ് കുരയ്ക്കടാ, നിനക്ക് ഇപ്പോൾ പട്ടിയുടെ ഫീച്ചേഴ്സും ആയി, ഇപ്പോൾ ശബ്ദവും ആയി. പിന്നെയും പറയുന്നുണ്ട്, നീ വിവരക്കേടാണ്, നീ മണ്ടനാണ്. എൻ്റെ പൊന്ന് ജാസ്മിനെ, നമുക്ക് ഫൈറ്റ് ചെയ്യാം, ആരോഗ്യപരമായിട്ട് ഫൈറ്റ് ചെയ്യാം. പക്ഷേ ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പുറത്ത് എനിക്കിപ്പം ജിൻഡോയ്ക്ക് എതിരെ സംസാരിച്ചതിൻ്റെ ഫാൻസ് ആയിരിക്കും വലുതാന്ന്. ഫാൻസിനേക്കാളും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നിരുന്ന, ഇപ്പം ഞാനൊക്കെ ആ വ്ളോഗ്സ് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ആ കണ്ടുകൊണ്ടിരുന്ന വ്യക്തികൾ പോലും അങ്ങ് വെറുത്ത് പോവുകയാണ് ഈ ഒരു സംസാര ശൈലി കൊണ്ട്, ഈ ഒരു സ്വഭാവം കൊണ്ടും. ഗബ്രിയുടെ ഡ്രസ്സ് എടുത്തിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെള്ള ഡ്രസ്സ് എടുത്ത് മാറി ഇരുന്ന് കരഞ്ഞാലോ, അല്ലെങ്കിൽ ഗബ്രിയുടെ ഡ്രസ്സ് എടുത്തിട്ട് ഇരുന്നാലോ ഒന്നും ആളുകൾക്ക് സഹതാപം തോന്നില്ല. ആളുകൾക്ക് സഹതാപം തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടം തോന്നണമെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ.